തൃശൂർ അഴീക്കോട് ഇതര സംസ്ഥാന ബോട്ടുകൾ നിരോധിത പെലാജിക് വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയതിനെ തുടർന്ന് കടലിൽ സംഘർഷം. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ 2 ബോട്ടുകൾ പിടികൂടി. അഴീക്കോട് ലൈറ്റ് ഹൌസിന് പടിഞ്ഞാറ് വശം ഇന്ന് പുലർച്ചെ അനധികൃതമായി മത്സ്യബന്ധനം നടത്തിയ കർണാടക രജിസ്ട്രേഷൻ ബോട്ടുകളാണ് മത്സ്യത്തൊഴിലാളികൾ പിടികൂടിയത്. ബോട്ടുകൾ പിന്നീട് ഫിഷറീസ് വകുപ്പിന് കൈമാറി. പോലീസിനെയും ഫിഷറീസിനെയും വിവരമറിയിച്ചിട്ടും മണിക്കൂറുകൾ കഴിഞ്ഞാണ് പെട്രോളിംഗ് ബോട്ട് എത്തിയതെന്നാരോപിച്ച് തൊഴിലാളികൾ കരയിൽ പ്രതിഷേധമുയർത്തി. ഏറെ നേരത്തെ വാക്കുതർക്കത്തിനൊടുവിൽ തീരദേശ പോലീസ് CI C രമേശും മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരും തൊഴിലാളികളുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിച്ചു. പിടികൂടിയ ബോട്ടുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു. രാവിലെ ഒരു 6:00 കൂടിയാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. അവിടെ ലൈറ്റ് ഹൗസ് ഭാഗത്ത് ഈ പലാജിക് നെറ്റുകൾ ഉപയോഗിച്ചിട്ട് ഫിഷിംഗ് നടത്തുന്നു. അത് കിട്ടിയ പ്രകാരം തന്നെ നമ്മുടെ ബോട്ട് പെട്രോളിംഗ് ഓഫീസറും കൂട്ടരും പെട്ടെന്ന് തന്നെ ഫിഷറീസിനെയും ചേർത്ത് അവിടെ എത്തുകയും അവരെ അവിടെ നിന്നും കസ്റ്റഡിയിലെടുത്ത് നമ്മുടെ ഈ ജെട്ടിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇനി തുടർ നടപടി എന്ന നിലയ്ക്ക് അവർക്ക് ഈ പറയുന്ന ബോട്ടിനെതിരെ ചുമത്താവുന്ന പരമാവധി ഫൈനും കൂടാതെ ഈ പറയുന്ന ബോട്ടിലുള്ള മത്സ്യം നമ്മൾ ലേലം ചെയ്ത് ഗവൺമെന്റിലേക്ക് അടപ്പിക്കുന്നതാണ്. അനധികൃത മത്സ്യബന്ധനവും അതിനെ തുടർന്നുണ്ടാകുന്ന സംഘർഷവും തടയാൻ പോലീസും ഫിഷറീസ് വകുപ്പും കടലിൽ പെട്രോളിംഗ് ശക്തമാക്കണമെന്നും അനധികൃത മത്സ്യബന്ധനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പരമ്പരാഗത മത്സ്യത്തൊഴിലാളി യൂണിയൻ ആവശ്യപ്പെട്ടു. ഈ പെട്രോളിംഗ് സംവിധാനത്തിന്റെ പോരായ്മയുടെ ഭാഗമായിട്ടാണ് ഇന്ന് കടലിൽ പണിക്ക് പോയ മുഴുവൻ തൊഴിലാളികളും തിരിച്ചു വന്ന് ഇവിടെ ഒരു പ്രതിഷേധം അറിയിക്കാനായിട്ട് ഘട്ടമുണ്ടായിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ മുഴുവൻ സമയം സാധ്യമാകാത്ത അവസ്ഥയാണെങ്കിൽ പരമാവധി സമയങ്ങളിൽ നൈറ്റ് പെട്രോളിംഗ് ഉൾപ്പെടെ 12 നോട്ടിക്കൽ മൈലിനുള്ളിലായിട്ട് അല്ലെങ്കിൽ അതിനോളം വരാവുന്ന സാധ്യതക്കനുസരിച്ചും സംവിധാനത്തിന്റെ ശേഷി അനുസരിച്ചും പെട്രോളിങ്ങുകൾ ഏർപ്പെടുത്തി ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ഉപജീവനമാർഗം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇടപെടൽ നടത്തണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. നിരോധിത പെലാജിക് വല ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം ശക്തമാകുന്നുവെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.